ക്ലാസ് 10 കേരള പാഠാവലി. ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും. പാഠം 1 കഥകൾ അതിമോഹനം. മഹാഭാരത കഥയുടെ ഭാഗമായ കുരുക്ഷേത്ര യുദ്ധവിവരണത്തിൽ ഭീഷ്മരുടെ പതനത്തെ തുടർന്ന് ദുര്യോധനൻ ആചാര്യനായ ദ്രോണരെ സർവ്വസേനാധിപതിയായി വാഴിക്കുന്ന ഭാഗമാണ് ദ്രോണപർവം. കവിയുടെ അഭ്യർത്ഥന മാനിച്ച് കിളി കഥ പറയുന്ന രീതിയിൽ എഴുതപ്പെട്ടിരിക്കുന്ന കാവ്യമാണ് ഇത്. ഭീഷ്മർ മാരകമായി പരിക്കേറ്റ് അമ്പുകളാൽ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ കർണനോട് തങ്ങളുടെ സൈന്യാധിപനാകാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ കർണൻ അതിൽ താൽപ്പര്യമില്ലെന്നും ദ്രോണരെ ആ സ്ഥാനത്തേക്ക് അവരോധിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് സന്ദർഭം. അടുത്ത പാഠം സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ. വിദർഭയിലെ രാജാവായ ഭീമന്റെ പുത്രിയാണ് ദമയന്തി. നാരദ മഹർഷിയിൽ നിന്ന് ദമയന്തിയുടെ ഗുണഗണങ്ങൾ കേട്ടറിഞ്ഞ നിഷധ രാജാവായ നളൻ അവളിൽ അനുരക്തനാകുന്നു. പ്രണയവിവശനായ നളൻ ഉദ്യാനത്തിൽ ഉലാത്തുമ്പോൾ കാണാനിടയായ സ്വർണ്ണവർണ്ണമുള്ള ഹംസത്തെ പിടികൂടുന്നതാണ് പാഠസന്ദർഭം. ആട്ടക്കഥാ സാഹിത്യത്തിൽ എന്തുകൊണ്ടും പ്രഥമ സ്ഥാനത്തിന് അർഹമായ കൃതിയെന്ന് നിരൂപകർ വാഴ്ത്തുന്ന കൃതിയാണ് ഉണ്ണായി വാര്യരുടെ നളചരിതം. മലയാളത്തിലെ ശാകുന്തളം എന്ന പ്രശംസയും അതിന് ലഭിച്ചിട്ടുണ്ട്. അടുത്ത പാഠം മാതൃഭാഷയെക്കുറിച്ചാണ്. ഭാഷ വെറും ആശയവിനിമയ ഉപാധിയല്ല. ഇത് നമ്മൾ ചിന്തിക്കുന്ന വിധിയെയും ലോകത്തെ അനുഭവിക്കുന്ന രീതിയെയും നിർണ്ണയിക്കുന്നു. കഥ പറയുന്നതിന് മാത്രമല്ല, ശാസ്ത്രം, തത്വചിന്ത, സാങ്കേതിക വിദ്യ, കല എന്നിവയെല്ലാം വിജയകരമായി വിവരിക്കാൻ ഭാഷ ആവശ്യമാണ്. മാതൃഭാഷയുടെ പ്രാധാന്യം. മനുഷ്യൻ്റെ ആദ്യം പഠിക്കുന്ന ഭാഷ അതിൻ്റെ ബൗദ്ധിക വികാസത്തിന് അടിത്തറയാണ്. മാതൃഭാഷയിൽ ചിന്തിക്കുകയും സ്വപ്നം കാണുകയും ചെയ്യുന്ന മനുഷ്യൻ അതിലൂടെയാണ് ആഴമുള്ള അറിവ് കൈവരിക്കുന്നത്. മാതൃഭാഷയിൽ പ്രകടിപ്പിക്കപ്പെടുമ്പോൾ ആശയങ്ങൾ കൂടുതൽ ഹൃദയസ്പർശിയായും ആഴമായും എത്തുന്നു. ശാസ്ത്രം, സാങ്കേതികവിദ്യ, സാമൂഹ്യ വിശകലനം എന്നിവയെ പ്രാദേശികതയിലേക്കും ജനമനസ്സിലേക്കും കൊണ്ടുവരുന്നത് മാതൃഭാഷയിലൂടെ മാത്രമേ സാധിക്കൂ.